യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നല്ലൊരു സമയം, നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സന്തോഷമായിട്ടും പ്രാർത്ഥനയോടും ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ കഴിയുന്നത് തീർച്ചയായും ഒരു ഭാഗ്യമാണ്. നമുക്കൊരുപാട് പേരിലൂടെ സ്നേഹവും നല്ല വാക്കും സന്തോഷവും ഒക്കെ നമുക്ക് കിട്ടും. ചില നല്ല മനുഷ്യരിലൂടെ നമുക്ക് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ മാന്യതയും സ്നേഹവും പ്രോത്സാഹനവും ഒക്കെ കിട്ടും. നിങ്ങൾക്ക് വേറൊരാളിലൂടെ പണമോ സ്നേഹമോ നല്ല വാക്കോ പ്രോത്സാഹനമോ പ്രാർത്ഥനയോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർക്കണം. എന്നെ ഒരാൾ പഠിപ്പിച്ചതാണ് നിങ്ങളോട് പറയുന്നത്. എനിക്കൊരാൾ അല്പം പൈസ തന്നാൽ, പണം തന്നാൽ, ഞാൻ ചിന്തിക്കുന്നത് ആ വ്യക്തിയിലൂടെ ദൈവം എനിക്ക് തന്നതാണ്. ഒരാൾ നമ്മളോട് നല്ലൊരു വാക്ക് പറഞ്ഞാൽ, പ്രോത്സാഹനത്തിൻ്റെ വാക്ക് പറഞ്ഞാൽ, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഓർത്തോണം, ആ വ്യക്തിയിലൂടെ ദൈവം അതെനിക്ക് തരുന്നതാണ്. അത് ദൈവം എനിക്ക് ഈ വ്യക്തിയിലൂടെ ഈ സമയവും ഈ നല്ല വാക്കും ഈ പ്രോത്സാഹനവും ഈ സ്നേഹവും ഒക്കെ അനുവദിച്ചു തരുന്ന ദൈവത്തിന് നന്ദി പറയണം. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്നേഹം അത് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ആ സ്നേഹം തിരിച്ചു വരുന്നതായും കാണാൻ പറ്റും. സ്നേഹിക്കുക, സ്നേഹം തിരിച്ചു വരുന്നത് അനുഭവിക്കാൻ പറ്റും. മറ്റുള്ളവരെ അനുഗ്രഹിക്കുക, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അത് അനുഗ്രഹമായി തിരിച്ചു വരുന്നത്, തിരിച്ച് നടന്നു വരുന്നത് അനുഭവിക്കാൻ കഴിയും. നമുക്കിന്ന് പ്രാർത്ഥനയോടെ ദൈവവചനത്തെ ഒന്ന് കേൾക്കാം. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഹെബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. ശ്രദ്ധിച്ച് ആ വാക്യം വായിക്കുന്നത് ഒന്ന് നോക്കിയേ. ബൈബിളിൽ വേദപുസ്തകത്തിൽ ആ വാക്യം ഒന്ന് നോക്കിയേ. ഞാൻ വായിക്കാം. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. ആര്? തൻ്റെ ഐഹിക കാലത്ത്, ഈ ഭൂമിയിലെ ജീവിതകാലത്ത് യേശു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചിരുന്നു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. നമുക്കും പ്രാർത്ഥന കേട്ടു എന്നൊരു വാക്കുണ്ട്. ഒത്തിരി പേര് പറയാറില്ലേ, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല, ഞാനിനി പ്രാർത്ഥിക്കുന്നില്ല, ഞാൻ പ്രാർത്ഥന നിർത്തി. നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തളരാതെ, തകർന്നു പോകാതെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, ഏതു നിമിഷവും പൊട്ടിപ്പോകാവുന്ന ഒരു പാത്രം പോലെയാണ്. പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ഫ്രജൈൽ വെസൽ എന്ന് പറയും. പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന തരം പാത്രങ്ങളാണ്. നമ്മുടെ ജീവിതം തകർന്നു പോകാതെ മുന്നോട്ട് നയിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയില്ലെങ്കിൽ ചില സമയങ്ങളിൽ വല്ലാതെ വാടിപ്പോകും. യേശു പോലും പറയുവാണ്, ഞാൻ പ്രാർത്ഥിച്ചിരു, ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. വിലാപത്തോടും
പ്രാർത്ഥിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏതെങ്കിലും ഒത്തിരി നാണക്കേടിലൂടെ കടന്നു പോകുന്നവരാണോ? ഒത്തിരി നാണം കെട്ട അവസ്ഥയിലൂടെ ജീവിതം കടന്നു പോയിട്ടുണ്ടോ? ഒത്തിരി വേദനകളുണ്ടോ ഇന്ന് മനസ്സിനകത്ത്? മായ്ച്ചാലും മായാത്ത വിധത്തിൽ, വലിച്ചെറിഞ്ഞാലും പോകാത്ത ചില വേദനകൾ മനസ്സിനകത്തുണ്ടോ? അങ്ങനെയാണോ ഇന്നത്തെ അവസ്ഥ? എങ്കിൽ ആ കുരിശിനെ ഒന്ന് നോക്കിയേ. ആ കുരിശിലെ ഒരു മിനിറ്റ് ആ കുരിശിനെ ഒന്ന് ധ്യാനിച്ചേ. ഒരു നിമിഷം ആ കുരിശിനെ ധ്യാനിച്ചേ. നന്മ ചെയ്ത്, ആർക്കും ദോഷം വരുന്നത് ചെയ്യാതെ നന്മ ചെയ്ത് കടന്നുപോയ ഒരാളെ ആ കുരിശിൽ കാണാം. ആർക്കും ദോഷം വരാതെ, ആർക്കൊരു വേദന കൊടുക്കാതെ നന്മ മാത്രം ചെയ്തു പോയ ഒരാളെ ആ കുരിശിൽ നിനക്ക് കാണാം. പക്ഷെ ആ കുരിശിൽ കാണുമ്പോൾ ഒരു കാര്യം ഓർക്ക്, എത്രയോ നിന്ദകൾ, എത്രയോ അപമാനങ്ങൾ, എത്രയോ അടി, എത്രയോ ഉപദ്രവങ്ങൾ, എത്രയെത്ര കുത്തുകൾ, എത്രയെത്ര വേദനിപ്പിച്ച ശരീരത്തിൽ എത്രയെത്ര പാടുകൾ, അതെല്ലാം ഏറ്റുവാങ്ങി ഇതേ കുരിശിലൊരാൾ. ഒരു നിമിഷം അത് ധ്യാനിക്കുക, ഒരു നിമിഷം അത് മനസ്സിൽ ധ്യാനിക്കുക. എന്നാൽ ഒരു കാര്യം ഉറപ്പ് തരാം, ഇന്നനുഭവിക്കുന്ന വേദനയും നാണക്കേടും സങ്കടവും ഒറ്റപ്പെടലൊക്കെ മഹത്വത്തിൻ്റെ അടയാളമായി അത് മാറും. ആരാധനയുടെ ഭാഗമായി അത് മാറും. യേശു അനുഭവിച്ച വേദനകളുടെ സമയത്ത്, ഒറ്റപ്പെടലിൻ്റെ സമയത്ത് കൂടെ നിൽക്കേണ്ടവർ പോലും കൂടെ നിന്നിട്ടില്ല. സപ്പോർട്ട് ചെയ്യേണ്ടവരൊക്കെ ഓടി രക്ഷപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ സമയത്തും ആ കുരിശിനെ ധ്യാനിക്കുമ്പം അവിടെ ഒരു ചീത്തവിളികളോ പ്രാകുന്ന ശബ്ദമോ ശപിക്കുന്ന ശബ്ദമോ ഒന്നും, നിരാശയുടെ ശബ്ദമോ ഒന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. പിന്നെ പിതാവേ, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന പ്രാർത്ഥനയുടെ ഒരു സ്വരം അവിടെ മുഴങ്ങി. ചില സങ്കട സമയത്ത്, ഒറ്റപ്പെടലിൻ്റെ സമയത്ത്, നാണക്കടലിൻ്റെ സമയത്ത്, സങ്കട സമയത്ത്, കുടുംബത്തിൽ നിന്നാകാം, പുറത്തു നിന്നാകാം, ജോലി സ്ഥലത്തു നിന്നാകാം, മക്കളിൽ നിന്നാകാം, ജീവിത പങ്കാളിയിൽ നിന്നാകാം, ബോധപൂർവം കുറച്ചു നേരം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മഹത്വമായി മാറും, മഹത്വത്തിൻ്റെ അടയാളമായി മാറും. പ്രിയപ്പെട്ടവരെ, ഉയർപ്പിൻ്റെ ശക്തിയും വെളിച്ചവും മഹത്വത്തിൻ്റെ അടയാളമായി മാറി. ഉയർപ്പിൻ്റെ ശക്തിയും വെളിച്ചവും. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ജീവിതത്തിൻ്റെ വെളിച്ചമാണ്. ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെടാൻ കാരണമാവും. ഇന്നനുഭവിക്കുന്ന വിഷമത്തിൻ്റെ, വേദനയുടെ സാഹചര്യങ്ങളെല്ലാം ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെടുമ്പോൾ അത് മഹത്വമായി, മഹത്വത്തിൻ്റെ അടയാളമായി മാറും. ഒന്നും കൂടെ ആ വാക്യം വായിക്കുവാണ്. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണുനീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. പ്രാഗി എന്നല്ല, ശപിച്ചു എന്നല്ല, നിരാശപ്പെട്ടു എന്നല്ല, ഡിപ്രഷനിലായി എന്നല്ല, പ്രാർത്ഥിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. ഉയർപ്പിൻ്റെ ശക്തി ഇന്ന് അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളിലും ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെടട്ടെ. ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഒറ്റപ്പെടലുകളിലും, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നാണക്കേടിൻ്റെ സാഹചര്യത്തിൽ, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വെല്ലുവിളികളുടെ മുമ്പിൽ, ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ഏകാന്തതയുടെ അവസ്ഥയിൽ ഉയർപ്പിൻ്റെ ശക്തി വെളിപ്പെട്ട് അത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ അടയാളമായി മാറട്ടെ. ദൈവനെ സ്നേഹിച്ചതിൻ്റെ അടയാളമായി മാറട്ടെ. ദൈവനെ അനുഗ്രഹിച്ചതിൻ്റെ അടയാളമായി മാറട്ടെ.
പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക്, ഇന്ത്യൻ സമയം 7 മണിക്ക് വിശുദ്ധ യൂദാശ്ലീഹായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ആഗ്രഹിക്കുന്നെങ്കിൽ സമയം സാഹചര്യം പോലെ ഒരുമിച്ച് ഒരു നിയോഗത്തോടെ കാണുക. പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ യാത്രകളിൽ, നിങ്ങളുടെ തീരുമാനത്തിൽ എല്ലാം ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീട് ദൈവവചനം കേൾക്കുന്നത് കൊണ്ട് അനുഗ്രഹമാകട്ടെ. വീടിനകത്ത് എന്തെന്നില്ലാത്തൊരു സന്തോഷം ഉണ്ടാകട്ടെ. പരസ്പരമുള്ള വിഷമങ്ങളൊക്കെ മാറിപ്പോകട്ടെ. നല്ലൊരു സ്നേഹബന്ധം ഉണ്ടാകട്ടെ. നിങ്ങൾ പാകം ചെയ്യുന്ന ഭക്ഷണം അനുഗ്രഹമാകട്ടെ. കയറി വരുന്ന വഴി മുതൽ വീടിൻ്റെ അകവും പുറവും ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമായി മാറട്ടെ. അയൽപക്കങ്ങൾ തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. പുതിയ വഴി തുറന്നു കിട്ടുന്ന അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. എവിടെയും ചതിക്കപ്പെടാതിരിക്കട്ടെ. മന്ത്രവാദത്തിൻ്റെ, അസൂയയുടെ, കൂടോത്രത്തിൻ്റെ, ക്ഷുദ്രപ്രയോഗത്തിൻ്റെ, തിന്മയുടെ ശക്തികളൊന്നും നമ്മളെ തൊടാതിരിക്കട്ടെ. എല്ലാവിധത്തിലും സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും നിറയട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷത്തോടെ പറയാൻ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടതിലൂടെ നല്ലൊരു അനുഗ്രഹം സമ്മാനമായി കിട്ടട്ടെ. മുഖത്തെ ആ ദുഃഖം മാറട്ടെ. മനസ്സിലെ ആ ദുഃഖം മറക്കാനിടവരട്ടെ. ഇന്ന് സന്തോഷത്തോടെ ചിരിക്കാൻ, നല്ല സന്തോഷത്തോടെ ചിരിക്കാനിടവരട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. നാളെയും 5:30 ഒരുമിച്ച് കാണണം. നാളെ വെള്ളിയാഴ്ചയാണ്. ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം, വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.